ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിസ് ടൈപ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ദിസ് ടൈപ്പ്? അതെ, ദിസിനെ നമുക്ക് ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ദിസ് ടൈപ്സ് എന്ന് പറയുന്നത്. ക്ലാസ്സിൻ്റെ തന്നെ പാർട്ടാണ്. അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇൻ ക്ലാസ്സസ് എ സ്പെഷ്യൽ ടൈപ്പ് കോൾ ദിസ് റെഫേഴ്സ് ഡൈനാമിക്കലി ടു ദ ടൈപ്പ് ഓഫ് ദ കറന്റ് ക്ലാസ്. നമ്മൾ ദിസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഒരു ബോക്സ് എഴുതാം, ഒരു ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ടൈപ്പിലോട്ടായിരിക്കും ദിസ് റെഫർ ചെയ്യുക. ഞാൻ കോണ്ടെക്സ് കോളൻ സ്ട്രിങ് ഈക്വൽ ടു എം ടി സ്ട്രിങ് എന്ന് കൊടുത്തു. അതിനുശേഷം സെറ്റ് വാല്യൂ കോളൻ string this dot contents equal to value എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം return this കൊടുത്തു. ഓക്കെ, ഇപ്പം ഇവിടെ this കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ this എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്ന ബോക്സ് ആയിരിക്കും. ഇനി ഞാൻ ക്ലാസ് സി എക്സ്റ്റെൻസ് ബോക്സ് എന്ന് കൊടുത്തു. അതിനുശേഷം ക്ലിയർ എന്നൊരു ഫംഗ്ഷൻ വിളിക്കുന്നു. അതിനകത്ത് നമ്മൾ വന്നിട്ട് ദിസ് ഡോട്ട് കണ്ടൻസ് ഈക്വൽ ടു എം ഡി സ്ട്രിങ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം കോൺസ്റ്റൻറ്റ് എ ഈക്വൽ ടു ന്യൂ സി നമ്മൾ നേരത്തെ എഴുതിയ ക്ലാസ് സി ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അവിടെ ക്ലാസ് എപ്പോഴും ക്യാപ്സ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. സി കോൺസ്റ്റൻറ്റ് ബി ഈക്വൽ ടു എ ഡോട്ട് സെറ്റ് ഓഫ് ഹലോ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം നമുക്ക് ബിയുടെ ബി എന്തിൻ്റെ ഇൻസ്റ്റൻസ് ആണെന്ന് നോക്കണം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ബി ഇൻസ്റ്റൻസ് ഓഫ് സി എന്ന് കൊടുക്കാം. റൺ ചെയ്യാം. ട്രൂ ആണ് നമുക്ക് വരുന്നത്. നേരത്തെ റൺ ചെയ്യേണ്ട എററോടെ ചേർത്താണ് വരുന്നത്. ട്രൂ ആണ് നമുക്ക് ആൻസർ വരുന്നത്. കാരണം അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ അല്ലേ ദിസ് കൊടുത്തതെന്ന്. ഇവിടെ നമ്മൾ ദിസ് കൊടുത്തപ്പം നമ്മൾ ഏതിൻ്റെയാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിലോട്ടായിരിക്കും ദിസ് റെഫർ ചെയ്യുക. അപ്പം ഇത് ഡിറൈവ്ഡ് കണ്ടന്റ് ആയതുകൊണ്ട് ദിസ് എന്ന് പറയുന്നത് സി ആയിരിക്കും. ഇനി ഇൻസ്റ്റൻസ് ഓഫ് ബോക്സ് നമുക്ക് കൊടുക്കാം. അതും കാരണം ഇത് ഡിറൈവ്ഡ് കണ്ടന്റ് ആയതുകൊണ്ട് ആയിരിക്കും ചിലപ്പം ആ ബോക്സ് കൊടുത്തിട്ട് നമുക്ക് ട്രൂ തന്നെ വന്നത്. എന്തായാലും ഇത് സി ആയിരിക്കും മെയിൻലി ആയിട്ട് വരുന്നത്. ഇനി ദിസിനെ നമുക്ക് പാരാമീറ്റർ അനോട്ടേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ബോക്സിൽ വന്നിട്ട് പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യാണ്. സെയിം ആസിനകത്ത് അതർ എന്ന് ആഡ് ചെയ്തു. അതർ ഓഫ് ദിസ് എന്ന് കൊടുത്തു. അതിനുശേഷം താഴെ വന്നിട്ട് റിട്ടേൺ this dot contents triple equal to this dot other dot contents. Unreachable code dictated. ഓക്കെ, ഞാൻ 4 ഈക്വൽ ടു അടിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് 3 ഈക്വൽ ടു മതി, ട്രിപ്പിൾ ഈക്വൽ ടുവിന്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത് ഡിഫറെൻറ്റ് ഫ്രം റൈറ്റിംഗ് അതർ ബോക്സ്. ഇപ്പം ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഡിറൈവ്ഡ് സി എക്സ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്ത് ദിസ് ഡോട്ട് കോണ്ടൻസ് ഈക്വൽ ടു മാല എന്ന് കൊടുത്തു. ഇവിടെ സ്ട്രിങ് എന്ന് പറയുന്നത് ബോക്സ് എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ദിസ് ഡോട്ട് കണ്ടന്റ് ഈക്വൽ ടു ദിസ് ഡോട്ട് കണ്ടൻസ് അല്ല, കോണ്ടൻസ് ഈക്വൽ ടു ഡിറൈവ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു.
അതിനുശേഷം താഴെ വന്നിട്ട് constant base is equal to new box constant derived equal to new derived box is equal to C. C dot same as base. C അല്ല derived ആണ്. derived dot derived small letter d വേണം. derived dot same as base. Error വരും. Argument of box is not assignable to type C. Property clear is mixing in the type box but required in the type C. Clear is declared here. നമുക്ക് clear അങ്ങ് അടിച്ച് കളഞ്ഞാലോ? അപ്പം റെഡി ആവുമോ നോക്കാലോ. അപ്പം നമുക്ക് എന്ത് ചെയ്തു? രണ്ടും സെയിം ഇതായിട്ട് പാസ് ചെയ്യാൻ പറ്റി. നമുക്ക് സെയിം ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റി. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പം എക്സിക്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. സെയിം ആസ് സി റിട്ടേൺ അകത്ത് കൺസോൾ ലോഗ് ചെയ്യാവേ. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ബി റൺ ചെയ്തപ്പം നമുക്ക് ഫാൾസ് ആണ് വരുന്നത്. കാരണം നമ്മൾ ഒരിടത്ത് ഡിറൈവ്ഡും ഒരിടത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സും ഈ ക്ലാസ്സും തമ്മിൽ ഒരു വ്യത്യാസവും. ഇത് ഡിറൈവ്ഡ് ക്ലാസ് ആണെങ്കിലും നമ്മൾ എന്ത് എഴുതിയിട്ടില്ല, സെയിം നേരത്തെ എഴുതിയിരിക്കുന്ന ക്ലിയർ വരുമ്പോഴാണ് ഇത് വേറെ ക്ലാസ് ആയിട്ട് ഇത് കരുതുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ശരിക്കും ബേസ് ക്ലാസ് പ്ലസ് അതർ കണ്ടൻസ് ഉണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ഡിറൈവ്ഡ് ക്ലാസ് ആവത്തുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഇത് മാറ്റിയിട്ട് ഈ എക്സ്റ്റൻസ് എടുത്ത് കളഞ്ഞാണ്. എക്സ്റ്റൻസ് എടുത്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? താഴെ അടിപൊളി എറർ വന്ന് കിടപ്പുണ്ട്. സെയിം ആസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ദ ടൈപ്പ് സി. ബി ആണെങ്കിലോ cannot find B. base dot same as base എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. constant base 2 equal to new box. അതിനുശേഷം ഇവിടെ ഞാൻ base 2 പാസ് ചെയ്തു. അപ്പം നമുക്ക് എന്താ പറയുന്നത് നോക്കാം. ഇവിടെ കൺസോൾ ലോഗ് ചെയ്യണം. ഞാൻ ആ കൺസോൾ ലോഗിൻ്റെ കാര്യം എപ്പോഴും മറന്നു. കൺസോൾ ലോഗ് ചെയ്ത് റൺ ചെയ്യുക. അപ്പോൾ ട്രൂ വരും. ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ്, ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന ടൈപ്പ് അതർ ആണ്. അതർ വിൽ ബി ഓഫ് ദിസ് ടൈപ്പ്. അതായത് ഇതിനകത്ത് ബേസ് ക്ലാസ് എന്നാണ് വിളിക്കുന്ന ബേസ് ക്ലാസ് ബോക്സിൻ്റെ ആയിരിക്കും. ബോക്സ് ഡിറൈവ് ചെയ്ത ടൈപ്പിൽ നിന്നാണ് ഇത് വിളിക്കുന്നതെങ്കിൽ അവിടെ സെയിം ആസിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ടൈപ്പ് ആയിരിക്കും. 90% സിനാരിയോയിലും ഡിറൈവ്ഡ് ടൈപ്പ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എറർ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സ്ട്രാ ക്ലാസ്സസോ ഫങ്ഷൻസോ ഒക്കെ ഉണ്ടാവും. ക്ലാസ് മെമ്പേഴ്സ് ഉണ്ടാവും. ഫങ്ഷൻസോ അല്ലെങ്കിൽ മെത്തേഡ്സോ ഒക്കെ ഉണ്ടാവും. ഫീൽഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇതിനകത്ത്, പക്ഷേ ഇവിടെ ലാസ്റ്റ് എക്സാമ്പിളിനകത്ത് നമ്മളിവിടെ ബോക്സ് ഇസ് ഈക്വൽ ടു എന്ന് കൊടുത്തു കഴിഞ്ഞപ്പം രണ്ട് ബേസും ബേസ് 1ഉം ബേസ് 2 ആണ് ഉണ്ടായിരുന്നത്. ബേസ് സെയിം ആസ് ബേസ് 2 എന്ന് കൊടുത്തു. ഇത് രണ്ടും ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ട്രൂ ആണ് കിട്ടിയത്. പക്ഷേ ഏതെങ്കിലും ഒരു സിനാരിയോയിലകത്ത് ഇത് നമുക്ക് മാറി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ബേസിനെ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റ് എന്ന് പറയുന്ന വാല്യൂ ഞാനിപ്പം base 2 dot set of ഇതിനകത്ത് എന്താ കിടക്കുന്നത് കോളൻ ഹലോ എന്ന് ഇട്ടു. അതിനുശേഷം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾസ് വരാം. കണ്ടോ, ഫോൾസ് ആണ് ലാസ്റ്റ് വന്നേക്കുന്നത്. ഇതാണ് ദിസ് ടൈപ്പ് എന്ന് പറയുന്നത്. ദിസിനെ നമ്മൾ ടൈപ്പായിട്ട് എഴുതും. ഇനി അടുത്ത ദിസ് ബേസ്ഡ് ഗോഡ്സ് ഉണ്ട് നമുക്ക്. അതെന്താന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.